അപ്പോൾ നമ്മുടെ കൂടെ അതെ അപ്പോൾ കുട്ടികളും വന്നിട്ടുണ്ട് അതിലേക്ക് പിന്നെ നിശ്ചിതമുണ്ട് അതെ ലീവായതുകൊണ്ട് അതെ നല്ല തണുപ്പുള്ളത് കൊണ്ട് നല്ല കൂട്ടെല്ലാം ഇട്ടിട്ട് അതെ അതെ പാട്ട് പാടൂ. പാടട്ടെ കേൾക്കാം. ഒരു കൊട്ടണ വെള്ളക്കാരൻ വെള്ളക്കാരപ്പണ വെള്ളിപ്പണോ വെടിക്ക സൈതം ചിന്നപ്പണോ നൂറാൻ തൊട്ടത്തിലെ ഒരു കൊട്ടണ വെള്ളക്കാരൻ വെള്ളക്കാരപ്പണ വെള്ളിപ്പണോ വെടിക്ക സൈതം ചിന്നപ്പണോ. സൂപ്പർ. നീ ചെറിയ പാട്ട് പറഞ്ഞേ സന്തോഷമല്ലേ. അയ്യാ വലിയ കുട്ടി വലിയ പാട്ട് പറയൂ. നീ പാട്ട് പറഞ്ഞു കൊടുത്ത് ഒരു 4 വരി അതാ ഒരു പറയുന്നു പറഞ്ഞ് നേരത്തെ പറയുന്നുണ്ട്. പറയപ്പ. പരമശിവ കഴുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡ സൗഖ്യമാ ഇരിക്കുന്നിടത്തിൽ ഇരുന്ന് കൊണ്ടാൽ എല്ലാം സൗഖ്യമേ. ഗരുഡൻ சொன்னது അതിലെ അർത്ഥമുള്ളത് പരമശിവ കഴുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡ സൗഖ്യമാ ഇരിക്കുന്നിടത്തിൽ ഇരുന്ന് കൊണ്ടാൽ എല്ലാം സൗഖ്യമായി. ഗരുഡൻ சொன்னது അതിലെ അർത്ഥമുള്ളത്. സൂപ്പർ ഉണ്ട് പാട്ട്. അതെ വീഡിയോയില് പറയണമ്മ പറഞ്ഞോണ്ടുണ്ടായി. അങ്ങനെ അവരിപ്പോ പറഞ്ഞേ. നമുക്ക് പത്തലാക്കാന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അളന്നിട്ട് 1 ഗ്ലാസ് പുഴുങ്ങലരിയും 1/2 ഗ്ലാസ് പച്ചരിയും ഞാൻ ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചിലവർക്ക് എനിക്കെല്ലാം ആദ്യം അറിഞ്ഞുകൊണ്ടേ ഉണ്ടായിട്ടില്ല ഈ പത്തലാക്കണ എങ്ങനെയെന്ന്. ഞാൻ ആക്കിയാലും അത് ശരിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ പത്തലാക്കണ എങ്ങനെയെന്ന് കാട്ടിച്ച് കൊടുക്കാം പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഒന്ന് നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ആക്കണം. അപ്പോൾ കുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ പത്തലാക്കാം. അപ്പോൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ രാവിലെ തന്നെ. അതിനെ അരയ്ക്കുക. അപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം പോലെ അരച്ചാലും പ്രശ്നമൊന്നുമില്ല. മിക്സിൻ്റെ ജാർ കേട് വരുമല്ല അതിനെ കൊണ്ട്. അപ്പോൾ അരി ഇട്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അരയില്ല അതിന് നമ്മൾ കല്ലിൽ അരയ്ക്കുന്ന മാതിരി അല്ലല്ലേ. അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് ഇത്ര ചോറിട്ട് കൊടുക്കുക. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ, അത് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറ് കൂട്ടിയിട്ട് അരച്ചു. ഇത്ര നൈസ് അരിയാൻ പാടുള്ളൂ. കുറച്ച് തരി ആയിട്ടുണ്ടാവണോ. അതെ. അപ്പൊ ഉള്ളിയും തേങ്ങയും ഇട്ടിട്ട് പത്തലാക്ക അങ്ങനെയും ആക്ക. ഇപ്പൊ ഞാൻ വെറുതെ അങ്ങനെ ആക്കണത്. നമ്മള് ഹോട്ടലിലെല്ലാം ആക്കണ അങ്ങനെ ആക്കണത്. അപ്പൊ തേങ്ങ കുറച്ച് വില ജാസ്തി. പിന്നെ ഉള്ളി മാത്രം ഇട്ട് കഴിഞ്ഞാല് അത് ഉള്ളി ഇട്ടാല് പൊട്ടും. അതിന് അതൊന്നും വേണ്ട. നമുക്കിപ്പോ ഇതുപോലെ സിമ്പിളായിട്ട് എളുപ്പത്തിലാക്കാനാവും. അങ്ങനെ ആക്കി. അപ്പോൾ ഇതിനിതാ ഇത്ര പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ അപ്പോഴത്തേന് കറണ്ട് പോയല്ലേ. കറണ്ടും പോയി. ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് മതി. പിന്നെ ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് എനിക്ക് ഇങ്ങനത്തെ ഒരു മെത്തേഡ് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഇങ്ങനെ ആക്കാണ് ഞാൻ എന്താക്കുന്നുണ്ട് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
തേങ്ങയിട്ടിട്ട് കല്ലിൽ അരച്ചിട്ട് അങ്ങനെ ഉരുട്ടിട്ട് ഇത് വാട്ടണം. നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വാട്ടിയെടുത്താൽ ആ ഉണ്ടായിട്ട് നമുക്ക് പരത്താൻ ഈസിയായി അങ്ങനെ കിട്ടും. ഈ സംഗതി എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല, ഈ ബാട്ടണതൊന്നും. പിന്നെ എൻ്റെ ഒരു അവിടെ നമ്മൾ താഴെ ഉണ്ടായപ്പോൾ അവിടെ ഒരു നബിസുമ്മ പറഞ്ഞിട്ടുണ്ട്, അവര് പറഞ്ഞു തന്നിട്ടാണ് എനിക്ക് അറിഞ്ഞത് തന്നെ. അപ്പൊ ഇത് ആക്കി നോക്കുമ്പോൾ ഇത് ഈസി കണ്ടു. അപ്പൊ അതേമാതിരി ഒന്ന് എല്ലാവരും ആക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ കാട്ടി. അപ്പൊ നമ്മൾ ഇതിന് കറി എന്തറിയാ, മീൻ കറി. ഇന്നലെ ഇറച്ചിയാക്കി, അതിന് ഇന്ന് മീൻ കറി ആക്കണോ. അതെ. അപ്പൊ ഇത് വെച്ചിട്ട് നല്ല പാങ്ങിൽ ഇങ്ങനെ ബാട്ടിയെടുക്കാം. പാങ്ങിൽ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കരിഞ്ഞു പോകരുത്, അടി പിടിക്കുക. കണ്ട പെട്ടെന്ന് ഇത് വെള്ളം പറ്റിയിട്ട് നമുക്കൊരു ഇതൊന്നും ഉണ്ടായി. അതെ. നമ്മൾക്ക് ഈ റോഡ് സൈഡ് വീടായതുകൊണ്ട് വണ്ടിന്റെ സൗണ്ട് ഭയങ്കര ഉണ്ടാവും. അതെ. അപ്പൊ ഒരു ഉണ്ടായ പിന്നെ കുറച്ച് നമ്മൾ ഇത് കുറച്ച് പറ്റിയ പിന്നെ വെള്ളം പറ്റിയ പാട് നമ്മൾ കുറച്ച് തീ കുറച്ച് കൊടുക്കണം. ഇതാ കണ്ടേ, ഒരു ഉണ്ടായി. അപ്പൊ ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉണ്ടാക്കിയിട്ട് ഒരു ഉണ്ടായല്ലേ, ഒരു ഉണ്ടായി. കുറച്ച് നമ്മളിങ്ങനെ അത് ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന അങ്ങനെ കുറച്ച് കുഴച്ചു. അപ്പോൾ ഉണ്ട ഉരുട്ടി വെച്ചിനല്ലേ അമ്മ, ഉണ്ട ഉരുട്ടി വെച്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഇറത്തി എണ്ണ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടാവനെ. ഇപ്പോഴത്തെ അടുപ്പത്ത് മീനും കാച്ച അല്ലമ്മോ, 2 പണിയും ഒപ്പറാവൂ. അങ്ങനെ ഇപ്പോൾ എണ്ണ ചൂടായ പിന്നെ നമുക്ക് പത്തലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത പിന്നെ ഇതിങ്ങനെ തട്ടി കൊടുക്കണം. അപ്പോൾ അത് പാങ്ങിൽ പൊള്ളം വരും. അങ്ങനെ പൊള്ളം വരും. നല്ല പൊന്തിട്ട് കുറച്ച് നേരം കൂടി വെക്കണം. അപ്പോൾ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പം ഇത്ര ബ്രൗൺ ആയാൽ മതി, ജാസ്തി വേണ്ട. ഇത്ര ആയാൽ ഭാഗത്തിൽ നമുക്ക് തിന്നുമ്പോൾ സോഫ്റ്റ് ആയിട്ട് 3 ആയല്ലേ. അപ്പം ജാസ്തി ഇതിന് ഇങ്ങനെ പ്രസ്സാക്കാൻ പാടില്ല, മെഷീൻ ഉണ്ട്. അപ്പം ആ മെഷീനിൽ നമ്മൾ കുറച്ച് മന്ദത്തിൽ കുറച്ച് വണ്ണം ഉണ്ടാവണം. അത്ര വണ്ണല്ല, കുറച്ച് കുറയ്ക്കണം. ഇത്ര വണ്ണുണ്ടെങ്കിൽ വേവില്ല. വേവില്ല. അമ്മ അങ്ങനെ പറഞ്ഞു. ഇത് എല്ലാത്തിൻ്റെ കാട്ടി ഈസി അല്ലേ. ഈസി. കോല കഷ്ടം. ഒന്ന് ആക്കും ചെയ്തല്ലേ. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാരാ? നോക്ക്. നല്ല ടേസ്റ്റ്, ഉപ്പെല്ലാം ശരിയുണ്ട്. അതെയാ? അപ്പോൾ പത്തല് റെഡിയായി. എല്ലാവരും തിന്നിട്ടേ, ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ തിന്നിട്ടൊന്നും ടേസ്റ്റ് പറയാം. സൂപ്പറായിട്ടുണ്ട്. മീൻകറിയും പത്തലും. നമ്മൾ പത്തലെല്ലാം ആദ്യം പത്തലാക്കി, പിന്നെ എന്ത് കറി, കുഞ്ഞു മീൻ കറിയെല്ലാം ആക്കി
പാങ്ങുണ്ടായി ഇറച്ചി കൂട്ടൻ്റെ കാട്ടിയും പാങ്ങുണ്ടായി മീൻകറിക്ക് പത്തല്. അത് കുറേ ദിവസമായി ആക്കണം പറഞ്ഞിട്ട് നേരെ ഉണ്ടായില്ല, അങ്ങനെ ആക്കിയത്. കുട്ടികളെല്ലാം വന്നപ്പോൾ അതെ നല്ല ടേസ്റ്റ് ഉണ്ടായി. അതെ അതെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം. അതെ അങ്ങനെ ഇന്ന് രാവിലെ ഞായറാഴ്ച അതെ അപ്പോൾ കുട്ടികളും വന്നിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നിശ്ചിതമുണ്ട്. അതെ അവർക്ക് leave. ലീവായതുകൊണ്ട് അതെ നല്ല തണുപ്പുള്ളത് കൊണ്ട് നല്ല കൂട്ടലിട്ടിട്ട് അതെ അതെ. അവൻ കൈ ഒരു പാട്ട് പാടുന്നുണ്ട്, അതിലേക്ക് കൂടിയിട്ട്. കൂടിയിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. അതെ, അമ്മയുണ്ട്. ആദ്യപ്പ മൂന്നാളുണ്ട്. അമ്മ എല്ലാത്തിലും ചേരുന്നേ. പാട്ട് ഒന്നാം തേരാ ബലൂൺ തേരാ ഒരു നല്ല പിപി തരാ പി പി ഒന്നാം തേരാ ബലൂൺ തേരാ ഒരു നല്ല പിപി തരാ പി പി ഒന്നാം തേരാ ബലൂൺ തേരാ ഒരു നല്ല പിപി തരാ പി പി ആ, നല്ല പാട്ട്, നല്ല പാട്ട്. നല്ല പാട്ട്. നിശ്ചിത ഒരു പാട്ട് പാട്ടുണ്ട്, അമ്മയുണ്ട് കൂടെ. അമ്മയും കൂടെ അതെപ്പാ ഞാൻ എല്ലാത്തിലും കൂടി ആ, പാടിക്കോളി. കുട്ടികളുടെ കൂടെ ഒന്നാം തേരാ ബലൂൺ തേരാ ഒരു നല്ല പിപി തരാ പി പി ഒന്നാം തേരാ ബലൂൺ തേരാ ഒരു നല്ല പിപി തരാ പി പി ഓടി ഓടി വാ ഓടി ഓടി വാ ഒരു മുത്തം തന്നാട്ടെ ഒരു മുത്തം തന്നാട്ടെ. ആ ആ, സൂപ്പർ സൂപ്പർ പാട്ട്. അത് രണ്ടാമത്തും പറയാം.